ഹലോ, ഇതൊരു ടൂർ വ്ളോഗാണ്. ഞങ്ങൾ തായ്ലാൻഡ് പോയിണ്ടായിരുന്നു. അതും 2025 സെപ്റ്റംബർ 16 എടുത്ത വീഡിയോ ആണ് ഇത്. ഇതുവരെ പോസ്റ്റ് ചെയ്യാതിരുന്നത് ഒരുപാട് ക്ലിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് മിസ്സായി പോയി. പിന്നെ വിചാരിച്ചു ഉള്ളത് വെച്ച് അങ്ങോട്ട് ഇടാന്ന്. അങ്ങനെ രാത്രി 12 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അങ്ങനെ പോണ വഴി എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കണം. എൻ്റെ ചെറിയ നാത്തൂൻ്റെ ഓർമ്മ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റാണിത്. അവൾ ആദ്യം പോയത് ഒരു 3 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ ഇതാ ഇപ്പോഴാട്ടോ, അതും തായ്ലാൻഡിലേക്കാണ് പോണത്. അവൾക്കായിരുന്നു കേട്ടോ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി അവർ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതേ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോൾ ഫ്ലൈറ്റ് കയറിയാലും അന്ന് മഴ ഉണ്ടാവും. ഇക്കാൻ്റെ അടുത്ത് പോകുമ്പോഴും മഴ ഉണ്ടായിരുന്നു, അവിടുന്ന് തിരിച്ച് വീഴുമ്പോഴും മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാ തായ്ലാൻഡിലേക്ക് പോകുമ്പോഴും മഴ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു 3.5 മണിക്കൂറിന് ശേഷം നമ്മൾ തായ്ലാൻഡ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു, ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് നമ്മളിത് എയർപോർട്ടിന് പുറത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുണ്ടായിരുന്നു. നമ്മൾ നല്ല പോലെ തന്നെ അവർ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. ചിലതൊന്നും ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം എടുക്കാൻ പറ്റില്ല, സ്പേസ് ഇല്ലാത്ത കാരണം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് എണ്ണം മിസ്സായി പോയിട്ടുണ്ട്. നമുക്കുള്ള വാനും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ടൈഗർ ടോപ്പിയിലേക്ക് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ആ 1.5 മണിക്കൂർ ഞങ്ങൾ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ആയിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിൻ്റെ എല്ലാം ക്ലിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. എന്തായാലും ഇവിടം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉപ്പ ഭയങ്കര എൻജോയ് ചെയ്തൊരു ടൂറായിരുന്നു കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അവിടുത്തെ ഗ്ലാസ്സിലൂടെ ഇയാൾ നന്നായിട്ട് കാണാൻ പറ്റുമേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് ക്രൊക്കോഡിൽ ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു വണ്ടിയിലാട്ടെ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുൾ പച്ചപ്പായിരുന്നു, ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ഷോന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സൂപ്പർമാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ മോനാണെങ്കിൽ അതിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് ആൾക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രൊക്കോഡിൽ ഷോ അടിപൊളിയായി തീർന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. നെക്സ്റ്റ് ഷോ ടൈഗർ ഷോ ആയിരുന്നു. ഈ ഒരു ഷോ ഞാൻ കുറച്ച് പേടിയോടെ കേട്ടോ കണ്ടു തീർത്തത്. എന്തുകൊണ്ടാണ് എനിക്ക് പേടി ഉണ്ടായതെന്ന് വെച്ചാൽ ഇതെല്ലാം മുകളിലൂടെ ചാടി വന്ന് നമ്മളെ കടിക്കും എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കുക അവിടെ ഉള്ളത് മനുഷ്യന്മാരല്ലേന്ന്. അവർ സ്ഥിരം കാണുന്നവരാണ്, അതുപോലെ അവരെ ട്രെയിനേഴ്സുമാണ്. പക്ഷെ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ കാണുന്നവരല്ലേ. നമ്മളെങ്ങാനും ആക്രമിക്കാൻ തോന്നി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതെങ്ങാനും ഇതിൻ്റെ മുകളിലൂടെ ചാടി വന്ന് നമ്മളെ കടിക്കും എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. ഈ ഒരു സംശയം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആർക്കായാലും അതിനൊരു സംശയം തോന്നിപ്പോവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ പാടന്നെ നമ്മൾ ഒരു ഐസ്ഡ് കോഫി ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ അതും കുടിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3 ദിവസമാണ് നമ്മൾ പട്ടായ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോണത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ്. ഇവിടുത്തെ വാനൊക്കെ നോക്കി അടിപൊളിയാട്ടോ. സത്യം പറഞ്ഞാൽ ഇവരെ ഭാഷ ഒന്നും നമുക്ക് നല്ലപോലെ മനസ്സിലാവും പോലും ഇല്ല. അവർ പറയുന്ന ഇംഗ്ലീഷ് പോലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫൈനലി പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബോട്ടിലാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോണത്. ഇവിടുന്ന് നമുക്കൊരു സീലിംഗ് ഒക്കെ കയ്യിൽ വെച്ച് തരുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ഷോപ്പിലും വെറുതെ കയറി ഇറങ്ങുമായിരുന്നു പണി. ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു കേട്ടോ എല്ലാ സാധനത്തിനും. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫുള്ള് നടന്നു കണ്ടു. ഇവിടുന്ന് നമ്മൾ ക്രൊക്കോഡിൽ ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്തു നോക്കൂ കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് പോയത് ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ബുദ്ധനെ കാണാൻ. അത് മാത്രമല്ല ആ ബുദ്ധൻ അങ്ങ് നിൽക്കുമ്പോഴും ചുറ്റുള്ള ആകാശം കാണുമ്പോഴും നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
ഈ ഒരു ഫ്ലവർ ക്യാൻഡിൽ കണ്ടില്ലേ, ആ വാട്ടറിൽ നിറയെ കോയിൻസ് ആയിരുന്നു കേട്ടോ. പുത്ത ടെമ്പിളിൻ്റെ ടോപ്പിലുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോണ വഴി വേറൊരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ ആയിരുന്നു ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ടാണ് പോയത്. ഇത് ഞങ്ങളുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ. അവിടെ ഒരു പബ്ബാണ് വരുന്നത്. ഫുൾ DJ പാർട്ടി ആയിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഷോർട്സ് ആക്കിയിട്ടാക്കാരം അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ വീട്ടിൽ എത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.